ഹലോ ഓൾ, എജുമേഡ് അക്കാഡമിയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സയൻസ് അല്ലേ, ജനറൽ സയൻസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഫിസിക്സ് ന്യൂമറിക്കൽസ്. ഇതിലെ സെറ്റ് 1 പാർട്ട് 1 വീഡിയോ നമ്മൾ ആൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോയാണ്. അതിലുമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിലെ കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, എ ബുള്ളറ്റ് ഓഫ് മാസ് 10 kg ഈസ് ഹൊറിസോണ്ടലി ഫയർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 meter per second ഫ്രം എ പിസ്റ്റൾ ഓഫ് മാസ് 1 kg. വാട്ട് ഈസ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ? റീകോയിൽ എന്ന വാക്ക് കേട്ടാലേ ആലോചിക്കുക, അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ. അതായത് ഇനിഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും തുല്യം. അതായത് m1v1 നമുക്കറിയാം, m×v ആണ്, മാസിൻ്റെ വെലോസിറ്റിയാണ് എന്തിൻ്റെ ഇക്വേഷൻ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. അതായത് m1v1 ഈസ് ഈക്വൽ ടു m2v2. ആദ്യത്തെ മൊമെൻറ്റവും അവസാനത്തെ മൊമെൻറ്റവും തുല്യമായിരിക്കും. ഈ m1v1 എന്ന് പറയുന്ന ഇത്രയും എന്തിൻ്റെ കേസ് എന്നറിയാമോ? അത് പിസ്റ്റലിൻ്റെ കേസാണ്. പിസ്റ്റൽ, ഇൻ കേസ് ഓഫ് പിസ്റ്റൽ. ഇനി m2v2 എന്ന് പറഞ്ഞാൽ അത് ബുള്ളറ്റിൻ്റെ കേസാണ്. ബുള്ളറ്റിൻ്റെ കേസ്. നമുക്കിനി എന്തൊക്കെ വാല്യൂ ഉണ്ടെന്ന് നോക്കാം. m1 പിസ്റ്റലിൻ്റെ മാസ് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. 1 kg എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, m1ന് 1 എന്ന് കൊടുക്കുക. കൊടുത്തു. ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, പിസ്റ്റലിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിസ്റ്റലിൻ്റെ വെലോസിറ്റിയാണ്. അതായത് v1 നമുക്ക് അറിഞ്ഞുകൂടാ. v1 എന്ന് വിട്ടു ഇസ് ഈക്വൽ ടു m2 അറിയാം, ബുള്ളറ്റിൻ്റെ മാസ് അറിയാം 10 കിലോഗ്രാം, 10 kg കൊടുത്തു. ഇൻറ്റു വെലോസിറ്റി എത്ര? വെലോസിറ്റി അതിന് 100 meter per second ആണ്. 100 meter per second. നമുക്ക് v1 അല്ല കണ്ടുപിടിക്കേണ്ടത്. v1 ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു 10 × 100 നമുക്ക് 1000 എന്ന് കിട്ടും. 1000 meter per second. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് റീകോയിലാണ്. റീകോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ തോക്കെങ്കിൽ, തോക്കിൻ്റെ റീകോയിൽ ബുള്ളറ്റ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ബട്ട് റീകോയിൽ സംഭവിക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്, റീകോയിൽ എപ്പോഴും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? റീകോയിലിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ ആണ് എന്തിനുള്ളത്, റീകോയിലിനുള്ളത്. സോ ദ ആൻസർ ഈസ് നോട്ട് 1000 meter per second, ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് 1000 meter per second. ഇനി ഓപ്ഷനിൽ ഇപ്പം നെഗറ്റീവ് 1000 meter per second ഇല്ല, അല്ലെങ്കിൽ 1000 meter per second മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ലോക്ക് ചെയ്യാം, 1000 ലോക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, -1000 എന്ന് ഓപ്ഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് -1000 meter per second, ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് ഓഫ് റൈസ് 49 kg, 49 കിലോഗ്രാം ഉള്ള ഒരു ചാക്ക് അരി. ഇതിന് എന്ത് ചെയ്യണം, calculate the height to which it should be raised to that its potential energy is 980 joule എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ എത്ര ഉയരത്തിലേക്ക് എടുത്തുയർത്തുമ്പോഴാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 980 ജൂളായിട്ട് മാറുന്നത്. ഒരു ചാക്ക് അരിയുണ്ട്, ഈ ഒരു ചാക്ക് അരിയെ നമ്മൾ എത്ര ഉയരത്തിലെടുത്ത് ഉയർത്തുമ്പോഴാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 980 ജൂളായിട്ട് മാറുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ m×g×h ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയ്ക്ക് ഈക്വൽ ആവണം, 980ന് ഈക്വൽ ആവണം. ആണോ അല്ലേ? ആവണം. നമുക്ക് മാസ് അറിയാം, ഈ ഒരു ചാക്കരിയുടെ മാസ് നമുക്കറിയാം 49 kg. 49 കൊടുത്തു. ഇൻറ്റു ഇനി നോക്കണം, ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 9.8 meter per second square. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. 4 മീറ്റർ, 2 മീറ്റർ, 6 മീറ്റർ, 9 മീറ്റർ. ഒന്നിലും ഒരു ഡെസിമൽ വാല്യൂ ഇല്ല അല്ലേ. ഒന്നിലും എന്തില്ല, ഡെസിമൽ വാല്യൂ ഇല്ല. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇവിടെ കൊടുത്ത ജിയുടെ വാല്യൂ 9.8 meter per second square അല്ല. പകരം കൊടുത്തിരിക്കുന്നത് എന്താണ്, റൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഇവിടെ 10 meter per second square ആക്കി കൊടുത്താൽ മതി. ആക്ച്വൽ വാല്യൂ 9.8 meter per second square ആണ്. പക്ഷേ ഇവിടെ എന്ത് കൊടുത്താൽ മതി, 10 meter per second square. ദാറ്റ് ഈസ് എന്ത് കൊടുത്തു, 10 കൊടുത്തു, 10 കൊടുത്തു. ഇൻറ്റു കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അല്ലേ, യെസ്, ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം, 980 കിട്ടണം. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 ഇപ്പോഴേ ക്യാൻസൽ ചെയ്ത് പോവാം. പിന്നീട് 1 മാത്രമേ ഉള്ളൂ, 0 പോയല്ലോ. ഇനി 1 × 49 49. നമുക്കിവിടെ ഹെച്ച് മാത്രം ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 98 അപ്പുറത്തുണ്ടായിരുന്നു. ഈ ×49 സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഡിവൈഡഡ് ബൈ 49 ആയിട്ട് മാറും. 49 ടേബിളിൽ എപ്പോഴാണ് 98 വരിക, 49 × 2 ആണ് എത്ര വരുന്നത്, 98 വരുന്നത്. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 2 മീറ്റർ. ഈ 49 kg വെയിറ്റ് ഉള്ള ഈ അരിയെ നമ്മൾ 2 മീറ്റർ എടുത്തുയർത്തുമ്പോഴാണ് നമുക്ക്
എന്താവുന്നത് പൊട്ടൻഷ്യൽ എനർജി 980 ജൂളായിട്ട് മാറുന്നത്. സോ ഓപ്ഷൻ നമ്പർ ബി 2 meter is the right answer. Next question. Compute the heat generated while transferring 96,000 coulomb of charge in 1 hour through a potential difference of 50 volt. ഇതല്ലേ ചോദ്യം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ജനറേറ്റർ ആണ്. ഹീറ്റ് ജനറേറ്റഡ് ഒരു എന്ത് ഇലക്ട്രിക്കൽ ഒബ്ജക്റ്റ് ആണെങ്കിലും അതിലുണ്ടാവുന്ന ഹീറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം 3 ഇക്വേഷൻ ഉണ്ട്. I²RT, പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട് V×I×T, പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട് H=V²T/R. ഈ 3 ഇക്വേഷനാണ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് H=I²RT, ജൂൾസ് ലോ എന്ന് പറയുമല്ലേ, ജൂൾസ് ലോ, I²RT. പിന്നെ ഉള്ളത് H=V×I×T, പിന്നെ ഉള്ളത് H=V²T/R. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടാമത് ഇക്വേഷനാണ്. എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്തിന് ഞാൻ ഇത് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നോക്കുക, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ രണ്ടാമത് ഇക്വേഷനാണ്. H=V×I×T. നോക്കുക, നമ്മുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, വി ഉണ്ടല്ലേ, നമ്മുടെ കയ്യിൽ വി ഉണ്ട്. പക്ഷെ എന്തില്ല, കറണ്ട് ഐ ഇല്ല, ടൈം 1 hour എന്നുണ്ട്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം. ചാർജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ് ഇക്വേഷൻ? ചാർജിൻ്റെ വാല്യൂ Q=I×T ആണ്. IT ആണ് ചാർജിൻ്റെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ ഒരു IT ഇല്ലേ? ദാ ഒരു IT കിടപ്പുണ്ട്, കാണാമോ നിങ്ങൾക്ക്? ദാ ഒരു IT ഉണ്ടോ അല്ലേ? ITയുടെ ഇക്വേഷൻ Q ആണ്. ഇപ്പം നമുക്ക് ഈ ഇക്വേഷൻ എന്താക്കി മാറ്റി എഴുതാം? നമുക്ക് ഈസി ആക്കി എഴുതാം. H=V×ITക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? Q കൊടുത്തൂടെ? കാരണം Q=IT ആണ്. ITയുടെ വാല്യൂ Q, ചാർജിന് തുല്യമാണ്. അപ്പോൾ ITക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? ചാർജ് Q കൊടുക്കാം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഞാൻ എന്തുകൊണ്ട് രണ്ടാമത് ഇക്വേഷൻ ഉപയോഗിച്ച് മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം നമുക്കിവിടെ ചാർജ് എന്തിട്ടുണ്ട്? 96,000 കൂളോംബ്. അതായത് H=V എത്ര? വിൻ്റെ വാല്യൂ 50, 50 50 ഇതിൻ്റെ വാല്യൂ എത്ര? 96 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്യുമ്പോൾ 4800 കിലോ ജൂൾ എന്ന് കിട്ടും. എന്ത് കിലോ ജൂൾ എന്ന് വെച്ചാൽ ഇവിടെ 48, ഇനി ഒരു 3 പൂജ്യം കൂടെ കിട്ടും, അതല്ലേ അത്രയും ജൂളാണ്. അപ്പോൾ കിലോ ജൂൾ എഴുതുമ്പോൾ 4800 കിലോ ജൂൾ. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നോക്കുക, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഏകദേശം ഇതും കഴിഞ്ഞൊരു 3 പൂജ്യം കൂടെ കിട്ടും. കിലോ എന്ന് പറയുമ്പം അത്രയും ജൂളാണ്. ഇവിടെ ഓപ്ഷനിലെല്ലാം കിലോ ജൂളല്ലേ. അപ്പം 4800 കിലോ ജൂൾ. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെ കിട്ടും. അത് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ജൂളിലാണ്. നമ്മളതിനെ കിലോ ജൂളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ 48 സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇത് തന്നെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്സ് വേർ ടൈം പീരീഡ് ഈസ് 0.05 സെക്കൻഡ്? നോക്കുക, നമുക്ക് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ടൈം പീരീഡ് ഉണ്ട്. എന്താണ് അപ്പോൾ ടൈം പീരീഡും ഫ്രീക്വൻസിയുമായിട്ടുള്ള ബന്ധം നോക്കുക. ഫ്രീക്വൻസി = റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. 1/T ആണ് ഫ്രീക്വൻസി. മറക്കാത്തവർ ഇത് അറിഞ്ഞില്ലാത്തവർ നിങ്ങൾ മറക്കാതെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി = 1/T. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് എന്തോന്ന്? ഫ്രീക്വൻസി. നമുക്കിനി വാല്യൂ കൊടുക്കാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. F = 1/. വാട്ട് ഈസ് ടൈം പീരീഡ്? 0.05 ആണോ അല്ലേ? നോക്കുക, F = 1/. ഞാൻ ഈ 0.05നെ 5/100 എന്നതിൽ കുഴപ്പമുണ്ടോ? 5/100 ആണ് 0.05. ഇനി നോക്കുക, ഫ്രീക്വൻസി F = 1 മുകളിലുണ്ടായിരുന്നല്ലോ, ഡിവൈഡഡ് ബൈ 5/100. അതായത് 1ന് നമുക്ക് 1/1 എന്ന് എഴുതാം. 1ന് നമുക്ക് എന്തെഴുതാം? 1/1 എന്ന് എഴുതാം. ഇനി രണ്ട് ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള സംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിൽ കിടക്കുന്നത് 1 ആണ്. 1ന് ഞാൻ 1/1 എന്ന് എഴുതി. താഴെ കിടക്കുന്നത് 5/100 ആണ്. 5/100ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ഹരിച്ചതിൻ്റെ വാല്യൂ കിട്ടും. അതായത് 5/100ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 100/5. 100/5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100/5. 5 2 10 ദാറ്റ് ഈസ് ആൻസർ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, 20 ഹെഡ്സ്. ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ചിന്തിക്കുക, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/T ആണ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. F = 1/. ടൈം പീരീഡ് 0.05 എന്ന ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/0.05. F = 1/0.05. ഞാൻ 5/100 എന്ന് എഴുതി.
അതിന് ഇനി എന്ത് ചെയ്യും, ഇതിന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ അപ്പോൾ എന്ത് കിട്ടും, 100/5 എത്ര കിട്ടും, 28 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object of mass 15 kg is moving with a velocity of 4 meter per second. How much energy will be possessed by the object? നിങ്ങൾ ആലോചിക്കണേ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് എനർജിയാണെന്ന് പറയുന്നില്ല. ഒരു വസ്തു 15 കിലോഗ്രാം ഉള്ള വസ്തു ഒരു 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിനുണ്ടാവുന്ന എനർജി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് എനർജിയാണെന്ന് പറയുന്നുണ്ടോ, ഇല്ല. എന്ത് എനർജിയാണെന്ന് പറയുന്നില്ല. അപ്പം നോക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു ട്വിസ്റ്റും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റ്, ഇതിപ്പോൾ ഒരു ബോളാണെന്ന് വിചാരിക്കുക, ഇതൊരു ബോളായിരുന്നു. ഈ ബോളിൻ്റെ മാസ് എത്ര, 15 kg ആണ്. ഇത് എത്ര വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, ട്രാവലിംഗ് ഓൺ എ വെലോസിറ്റി ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അതായത് ട്രാവൽ ചെയ്യുന്ന ഒരു വസ്തു, മൂവ് ചെയ്യുന്ന വസ്തുവിന് എന്ത് എനർജിയാണുള്ളത്, നമുക്കറിയാം, കൈനറ്റിക് എനർജി. അപ്പോൾ ആ എനർജി അല്ലേ ഈ വസ്തുവിനുള്ളത്, യെസ്, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ½ mv² അല്ലേ, ½ × mv². വാല്യൂ കൊടുക്കാം, ½ × വാട്ട് ഈസ് മാസ്, മാസ് 15 kg ആണല്ലോ, 15 kg ഇൻറ്റു വാട്ട് ഈസ് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്, അതായത് 4² 16 എന്ന് കിട്ടും, 16 അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 8 × 16 15 × 8 120 ജൂൾ, 120 ജൂൾ എന്ന് കിട്ടും. 15 × 8 അല്ലേ, 10 8 80 40 ശരിയാണ്, 120 ജൂൾ. ഓപ്ഷൻ നമ്പർ ബി ഇസ് റൈറ്റ് ആൻസർ. ഇവിടെ 160 ആക്കിക്കോളൂ. ഓപ്ഷൻ നമ്പർ ബി ഇസ് റൈറ്റ് ആൻസർ, 120 ജൂൾ ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ, വളരെ ഈസി. 15 kg ഉള്ള വസ്തു 4 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അത് ട്രാവൽ ചെയ്യുന്നു, വെലോസിറ്റിയിൽ പ്രവേഗത്തിൽ ട്രാവൽ ചെയ്യുന്നു. അതിന് എന്ത് എനർജി, ഉറപ്പായിട്ട് മൂവ് ചെയ്യുന്ന വസ്തു ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് എനർജി തന്നെയാണ്, കൈനറ്റിക് എനർജി, ½ mv². വാല്യൂ അങ്ങ് കൊടുക്കുക, ½ × 15 × v² എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ, വെലോസിറ്റി 4 അല്ലേ, 4 4ൻ്റെ സ്ക്വയർ 16, 8 × 16 15 × 8 120 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 ampere current is passed for 2 hours in an electric iron with a resistance 100 ohm. Calculate the heat produced. ഇതാണ് ചോദ്യം. കറണ്ട് ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ടൈം ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആൾറെഡി നേരത്തെ 3 ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി. അതാണ് I²RT, V × I × T, V² T/R. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇവിടെ I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം ഈ ചോദ്യത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് ഇക്വേഷൻ ഉപയോഗിച്ചു, H= ഞാൻ I²RT എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. I²RT. കറണ്ട് എത്ര, 5 ആംപിയർ എന്ന് പറയുന്നുണ്ട് കറണ്ട്, അപ്പോൾ 5ൻ്റെ സ്ക്വയർ. കറണ്ട് എത്ര, 5 ആംപിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ, അപ്പോൾ 5ൻ്റെ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് റെസിസ്റ്റൻസ്, 100 ഓം, 100 ഓം എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ആറിൻ്റെ വാല്യൂ 100 ഓം ഇൻറ്റു ടൈം എത്ര, ടൈം 2 hour ആണ്, 2 hour അല്ലേ. 2 hour എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സെക്കൻഡിലിട്ടേ ചെയ്യാവൂ. 2 മണിക്കൂറിന് നമുക്ക് എങ്ങനെ സെക്കൻഡ്സിലോട്ട് മാറ്റാം, 2 hours × സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, 2 hour ഉണ്ട്, 2 hourനെ 160 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മിനിറ്റ് എന്ന് കിട്ടും, ഈക്വൽ ടു സം മിനിറ്റ്സ് എന്ന് കിട്ടും. ഈ 2 hours-നെ 260 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 260 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് സെക്കൻഡ്സ് അല്ലേ വേണ്ടത്, യെസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ടി എന്ന് പറയുമ്പോൾ വെറും 2 hour ആണോ, അല്ല, 2 × 60 × 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും, നിങ്ങൾ ചെയ്ത് നോക്കുക. 5ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു 100 ഇൻറ്റു 2 ഇൻറ്റു 60 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഉറപ്പായിട്ടും ഈസ് ഈക്വൽ ടു 720 കിലോ ജൂൾ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് എന്ത് ആൻസർ കിട്ടും നോക്കുക. അത് കിട്ടുന്നത് ജൂളിലാണ് കിട്ടുന്നത്. കിലോ ജൂളിലാക്കുമ്പോൾ ഇതിലെ 3 0 കുറച്ചാൽ മതി, നമുക്ക് എന്താവും, കിലോ ജൂളിൽ കിട്ടും. ഈ കിട്ടുന്ന ആൻസറിൻ്റെ 3 0 കുറയ്ക്കുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ട് എന്ത് തന്നെ കിട്ടും, 72,000, 72,000 തന്നെ കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 72,000 കിലോ ജൂൾ. അപ്പോൾ മണിക്കൂർ തന്നിരുന്നാൽ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, 260 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മറന്നു പോകരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 meter. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് പവറാണ് കണ്ടുപിടിക്കേണ്ടത്, ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ. കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും അവിടെ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ P is equal to 1/f ആണ്. ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് 1/f. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 1/. ഇവിടെ
വെർട്ടിക്കൽ ലെങ്ത് എത്ര 2 മീറ്റർ അല്ലേ, അതായത് എഫിന് വരെ നമുക്ക് എത്ര കൊടുക്കാം 2 കൊടുക്കാം, അതായത് 1/2 എത്ര കിട്ടും നമുക്ക് 0.5 എന്ന് കിട്ടും. 0.5 പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ഡി, ഡയോപ്റ്റർ ആണ്, ഡയോപ്റ്റർ അതാണ് പവർ, ലെൻസിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ ഡയോപ്റ്റർ ആണ്. വഴിയെ പഠിക്കുക നമ്മൾ 0.5 ഡയോപ്റ്റർ. പക്ഷേ ഇവിടെ നമുക്ക് -0.5 അല്ലേ കിടക്കുന്നത്, ഇതാണ് റൈറ്റ് ആൻസർ. കാര്യം എന്നറിയാമോ, എപ്പോഴും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും, പവർ എന്തായിരിക്കും, പവർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ കോൺകേവ് ലെൻസ് അല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കോൺകേവ് ലെൻസ്. അപ്പോൾ ഉറപ്പായിട്ട് പവർ എന്തായിരിക്കും, പവറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഓപ്ഷൻ നമ്പർ ബി -0.5 diopter is the right answer. Next question. A current of 0.5 ampere is drawn from an electric bulb for 10 minutes. Find the amount of charge that flows through the bulb. ആയിക്കോട്ടെ, ഹീറ്റ് അല്ല, flows through the bulb. ഇവിടെ കറണ്ട് ഉണ്ട് ഐ, നമ്മുടെ കയ്യിൽ ഐ ഉണ്ട്. എത്ര ഐൻ്റെ വാല്യൂ എത്ര 0.5 ആംപിയർ. 0.5 ആംപിയർ. ഞാൻ ഈ 0.5നെ 5/10 എന്ന് എഴുതി, കുഴപ്പമുണ്ടോ, ഇല്ല, 5/10 ആംപിയർ. ഇനി ടൈം നമ്മൾ അതിനോട് ടൈം എത്ര, ടൈം ഈസ് ഈക്വൽ 10 മിനിറ്റ്സ്, അതായത് 10 മിനിറ്റ്സ് നമുക്ക് എന്താക്കി മാറ്റണം, സെക്കൻഡ്സിലോട്ട് മാറ്റണം. അതായത് 10 ഇൻറ്റു എത്ര മൾട്ടിപ്ലൈ ചെയ്യണം, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, 600 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ചാർജ്. വി ഹാവ് ടു ഫൈൻഡ് ദ ചാർജ് അല്ലേ. ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ ഇക്വേഷൻ എന്താണ്, ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. കറണ്ട് ഇൻറ്റു ടൈമാണ് ചാർജിൻ്റെ ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു എത്ര 5/10 അല്ലേ, 5/10 ഇൻറ്റു ടൈം എത്ര 600. ഈ ഒരു സീറോയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് മിച്ചം വരും, 5 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 300 എന്ന് കിട്ടും. 300 കൂളോംബ്. ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, 300 കൂളോംബ്. ക്ലിയർ അല്ലേ. നമുക്ക് കറണ്ട് ടൈമുണ്ട്, കറണ്ടും ടൈമും ഉണ്ടെങ്കിൽ ചാർജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് എന്തോന്ന്, I into T, that is 5/10 into 600, that is 5 into 60, it is 300 coulomb. Clear alle? Next question. How much energy is given to each coulomb of charge passing through a 6-volt battery? How much energy is given to each coulomb of charge passing through a 6-volt battery? ഒരു 6 വോൾട്ട് ബാറ്ററി കൂടെ കടന്നു പോകുന്ന ഓരോ കൂളോംബ് ഓഫ് ചാർജിനും, അതായത് ഇതൊരു 6 വോൾട്ട് ബാറ്ററി എന്ന് വിചാരിക്കുക, ഇതൊരു 6 വോൾട്ട് ബാറ്ററിയാണ്, ഇതൊരു 6 വോൾട്ട് ബാറ്ററിയാണ്, ഒരു 6 വോൾട്ട് ബാറ്ററി. ഇതിലൂടെ ഓരോ സെക്കൻഡിൽ നമ്മൾ ഓരോ കൂളോംബ് ഓഫ് ചാർജ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ ഓരോ കൂളോംബ് ഓഫ് ചാർജ് നമ്മൾ എത്രമാത്രം എനർജി കൊടുക്കണം എന്നാണ് ചോദ്യം. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എനർജിക്ക് തുല്യമായിരിക്കും. വർക്ക് ഈസ് ഓൾവേസ് ഈക്വൽ ടു എനർജി. നമുക്ക് വർക്കിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഈസ് ഈക്വൽ ടു, അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്നറിയാമോ, ക്യൂ ഇൻറ്റു വി, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന് എന്ത് പറഞ്ഞു, വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് തുല്യം എന്ന് പറഞ്ഞാൽ എനർജിക്ക് തുല്യമല്ലേ. അപ്പോൾ ദാ കിടക്കുന്ന വർക്കിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, എനർജി കൊടുക്കാം. എനർജി ഈസ് ഈക്വൽ ടു അപ്പോഴും എന്ത് തന്നെ ഇക്വേഷൻ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മുടെ കയ്യിൽ ചാർജ് ഇല്ലേ, യെസ്, ഈച്ച് കൂളോംബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈച്ച് കൂളോംബ് മീൻസ് ഒരു കൂളോംബ് എന്ന് അർത്ഥം. അതായത് ചാർജിൻ്റെ വാല്യൂ എത്ര ഇവിടെ, 1 കൂളോംബ്. ഈച്ച് കൂളോംബ് മീൻസ് 1 കൂളോംബ് എന്നർത്ഥം. അപ്പോൾ എന്ത് കിട്ടും, ക്യൂവിന് വരെ എത്ര കൊടുക്കാം, ക്യൂവിന് വരെ 1 കൊടുക്കാം, 1 കൊടുത്തു ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നുണ്ടല്ലോ 6 വോൾട്ട്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6. 1 into 6 എത്ര, 1 into 6 6 ജൂൾ. ഓപ്ഷൻ നമ്പർ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ. ഇവിടെ നമുക്ക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എനർജിക്ക് തുല്യമാണ്. അപ്പോൾ വർക്കിന് എന്ത് ഇക്വേഷൻ ഉണ്ട്, ക്യൂ ഇൻറ്റു വി, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി വർക്കിന് ഞാൻ എന്ത് കൊടുത്തു, എനർജി കൊടുത്തു. ദാറ്റ് ഈസ് എനർജി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ചാർജ് 1 കൂളോംബ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6. 1 into 6 equal to 6 joule. Option number C is the right answer. Next question. The potential difference between the terminals of electric heater is 60 volt when it draws a current of 4 ampere from the source. നമുക്ക് നോക്കാം, ഈ ഹീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി തന്നിട്ടുണ്ട് എത്ര, 60 വോൾട്ട്. ഇനി കറണ്ട് തന്നിട്ടുണ്ട് എത്ര, കറണ്ട് 4 ആംപിയർ. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്
60 വോൾട്ടിൽ നിന്നും എത്രയാക്കി മാറ്റി? 120 വോൾട്ടിലായിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്ര? വാട്ട് കറണ്ടിൻ്റെ വാല്യൂ എത്ര? 4 ആംപിയർ ആയിരുന്നപ്പോൾ അവിടുത്തെ കറണ്ട് 60 വോൾട്ട് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 120 വോൾട്ടായിട്ട് മാറുമ്പോൾ അവിടുത്തെ കറണ്ട് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ വിയും ഐയും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? റെസിസ്റ്റൻസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അക്കോർഡിംഗ് ടു ഓംസ് ലോ ആണ്. നമ്മൾ പാർട്ട് 1 വീഡിയോ കാണുക, അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതായത് റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട്. നമ്മുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. 60 കൊടുത്തു. നമ്മുടെ കയ്യിൽ കറണ്ട് ഇല്ലേ? യെസ് ഉണ്ട്. 4 നോക്കുമ്പോൾ എത്ര കിട്ടും? 60/4 എത്രയെന്ന് കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ 15 ഓം ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. നമുക്ക് 6 കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐ ഇസ് ഈക്വൽ ടു കറണ്ട് പിടിക്കേണ്ട ഇക്വേഷൻ ആണ് എന്തോന്ന്? വി ബൈ ആർ. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. നമ്മുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാവുമ്പോഴാണ് ചോദ്യം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 120 ആവുമ്പോഴാണ്. ഇവിടെ നമ്മൾ 60 ആണ് എടുത്തത്. 60. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് കിട്ടി. അതെന്തായാലും മാറില്ലല്ലോ, 15 ഓം തന്നെയാണ്. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 60 എത്രയായിട്ട് മാറി? 120 മാറി. അപ്പോഴും എത്രയാണ് റെസിസ്റ്റൻസ്? 15 തന്നെ. അങ്ങനെയാണെങ്കിൽ പുതിയ കറണ്ട് എത്ര? 15 8 120. ദാറ്റ് ഈസ് 15 8 അല്ലേ 120? യെസ്, 15 8 120 അല്ലേ? 15 50 5 8 40 ദാറ്റ് ഈസ് എത്രയെന്ന് കിട്ടും? ആൻസർ 8 ആംപിയർ കിട്ടും. ഓപ്ഷനിൽ 8 ആംപിയർ ഇല്ല, ഇത് 8 ആംപിയർ കണക്കാക്കണേ. 8 ആംപിയർ. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വി ഹാവ് 60 വോൾട്ട്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്കുണ്ടായിരുന്ന 60 വോൾട്ടാണ്. അപ്പോഴത്തെ കറണ്ട് 4 ആംപിയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ അത് ഉപയോഗിച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. 60 ബൈ, നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ട് കാണാൻ പറ്റും. അപ്പോൾ വി ബൈ ഐ 60 ബൈ ഐ 60/4 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അങ്ങനെ എന്ത് കിട്ടി? നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടി 15 ഓം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടിൻ്റെ ഇക്വേഷൻ വി ബൈ ആർ. നമ്മുടെ കയ്യിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആദ്യം 60 വോൾട്ട് ആയിരുന്നു. ഇപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പോൾ 120 ആയിട്ട് മാറി. ദാറ്റ് ഈസ് വിക്ക് പകരം 120 ഡിവൈഡഡ് ബൈ 15, ഇറ്റ് വിൽ ബി 8 ആംപിയർ. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the potential difference between the two terminals of a battery if 100 joule of work is required to transfer 20 coulomb of charge from one terminal of battery to another. Calculate the potential difference. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. നമുക്കിവിടെ വർക്ക് തന്നിട്ടുണ്ട്. എത്ര? ഇഫ് 100 ജൂൾ ഓഫ് വർക്ക്, അതായത് വർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 100 ജൂൾ തന്നെ. ഇനി നമ്മുടെ കയ്യിൽ ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ചാർജിൻ്റെ വാല്യൂ എത്ര? 20 കൂളോംബ് അല്ലേ? 20 കൂളോംബ്. കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി അല്ലേ? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു വർക്ക് അവിടെ ഉണ്ട് ഇൻറ്റു ക്യൂ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ക്യൂ. ഡബ്ല്യു ബൈ ചാർജ്. വർക്ക് ബൈ ചാർജ്. വാട്ട് ഈസ് വർക്ക്? വർക്കിൻ്റെ വാല്യൂ 100. വാട്ട് ഈസ് ചാർജ്? ചാർജിൻ്റെ വാല്യൂ 20 കൂളോംബ്. 20 അല്ലേ? 0 ക്യാൻസൽഡ്. 5 അല്ലേ? 5 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഇക്വേഷൻ മറക്കരുത്. വർക്കിൻ്റെ ഇക്വേഷനും മറക്കരുത്. വർക്ക് ഈസ് ഈക്വൽ ടു മറന്നു പോകരുത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് വി ക്യൂ ഇത് മറന്നു പോകരുത്. ഇതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആയിരുന്നു. അപ്പോൾ വിനെ ആയിട്ട് എന്ത് ചെയ്തു? ക്യൂവിന് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡബ്ല്യു ബൈ ക്യൂ. വർക്ക് തന്നിട്ടുണ്ട് എത്ര? വർക്കിൻ്റെ വാല്യൂ 100 ജൂൾ. ഇതാ അടപ്പുണ്ട് ചോദ്യത്തിൽ കൊടുത്തു. ക്യൂവിൻ്റെ വാല്യൂ എത്ര? 20 കൂളോംബ്. അതും കൊടുത്തിട്ടുണ്ട് 20 കൂളോംബ്. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 വോൾട്ട്. ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 3 റെസിസ്റ്റേഴ്സ് ഓഫ് 5 ഓം 8 ഓം ആൻഡ് 12 ഓം ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ്. നമുക്ക് ഇത്രയും മാത്രമേ നോക്കാം. നമ്മുടെ കയ്യിൽ 3 റെസിസ്റ്റർ ഉണ്ട്. 1 2 3. ഇവ 3 പേര് എങ്ങനെ കണക്ട് ചെയ്തു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി അവർക്ക് എത്ര വോൾട്ട് ബാറ്ററി കൊടുത്തു? 6 വോൾട്ട് ബാറ്ററി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനൊരു 6 വോൾട്ട് ബാറ്ററി എന്ത് ചെയ്യാം? കൊടുക്കാം. 6 വോൾട്ട് ബാറ്ററി. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് എത്ര? ഇവിടെ എത്രയാണ്? ഒന്നാമത്തെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 8 ഓം ആണ്. മൂന്നാമത്തെ 12 ഓം ആണ്. സീരീസിൽ കണക്ട് ചെയ്തിരുന്നാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഒരു 3 റെസിസ്റ്റർ അല്ലെങ്കിൽ 4 റെസിസ്റ്റർ അല്ലെങ്കിൽ എത്ര റെസിസ്റ്ററോ ആയിക്കോട്ടെ, അവർ സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ ആകെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവരുടെ എല്ലാ റെസിസ്റ്റൻസ് പരസ്പരം കൂട്ടിയാൽ മതി. റിമെമ്പർ ദ പോയിന്റ്. ഇപ്പോൾ എത്ര റെസിസ്റ്ററോ ആയിക്കോട്ടെ, അത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റെസിസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യണം? കൂട്ടണം. ഇവിടെ 5 ഓം
8 ഓം 12 ഓം. അപ്പോൾ എന്ത് ചെയ്യണം? 5 പ്ലസ് 8 പ്ലസ് 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 8 13, 13 പ്ലസ് 12 25 ഓം എന്ന് കിട്ടും. കിട്ടിയല്ലോ? കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ട എന്താണ്? കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ കറണ്ട്. ഐ ഈസ് ഈക്വൽ ടു എന്ത്? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണോ അല്ലേ? യെസ്, വി ബൈ ആർ. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആർ എന്ന് പറയുന്നുണ്ട്. വി, അത് ആർ കൊടുത്തു. റെസിസ്റ്റൻസ് എത്ര? 25. അപ്പോൾ 6/25 ആംപിയർ. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. 6/25 ആംപിയർ. ആർ സീരീസ് 5 + 8 + 12 25 ഓം. I is equal to V by R. 6/25 ohm is the right answer. കഴിഞ്ഞു. ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 5 resistors of 10 ohm each are arranged in parallel, find the current of 6 volt batteries connected to it. ഇതേ ചോദ്യം, പക്ഷേ ചോദ്യം മാറി, അതായത് റെസിസ്റ്റൻസ് മാറി. എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? പാരലായിട്ട്. ഇനി നോക്കുക, 3 റെസിസ്റ്റർ, ഇത് 1 2 3, ഇതാണ് പാരലൽ കണക്ഷൻ. ഇതിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണും. ഇവിടെ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ R1 R2 R3 ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് 1/R ആയിരിക്കും. എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1/R1 + 1/R2 + 1/R3 ആണല്ലോ. സീരീസ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സീരീസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? R1 + R2 + R ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 1/R ആണ്, റെസിപ്രോക്കലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം 1/R is equal to, ഇവിടെ if 5 resistor of 10 ohm each, 10 ഓം ആണ് ഓരോ റെസിസ്റ്ററിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ. അങ്ങനെ എത്ര എണ്ണം? 5 എണ്ണം. അതായത് 1/10 + 1/10 + 1/10 + 1/10 + 1/10. 5 എണ്ണമായില്ലേ? 1 2 3 4 5. 10 ഓമിൻ്റെ 5 റെസിസ്റ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? പാരലൽ കണക്ട് ചെയ്തു. അതായത് അതിന് റെസിപ്രോക്കൽ എല്ലാം കൂട്ടി 1/10 + 1/10 + 1/10 + 1/10 + 1/10. ഇനി നോക്കുക, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? കോമൺ ആക്കി എഴുതി 10. എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം കൂട്ടുക. 1 + 2 + 3 + 4 + 5 എത്ര കിട്ടും? നമുക്ക് 5/10 എന്ന് കിട്ടും. സിംപ്ലിഫൈ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 5 5 2 5 10 1/2 എന്നല്ലേ കിട്ടും. ദാറ്റ് ഈസ് 1/2 അല്ലേ? 1/2 എന്നല്ലേ കിട്ടുക? 1/2 എന്നല്ലേ കിട്ടുക? യെസ്. നമുക്കപ്പോൾ എന്ത് കിട്ടി? റെസിസ്റ്റൻസ് വാല്യൂ എത്രയെന്ന് കിട്ടി? 1/2 ഓം അല്ലേ? 1/2 ഓം എന്നല്ലേ കിട്ടിയത് നമുക്ക്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. ആണോ അല്ലേ? കറണ്ട്. I is equal to എന്ത് തന്നെയാണ് ഇക്വേഷൻ? V by R തന്നെയാണ് ഇക്വേഷൻ. വെലോസിറ്റി ബൈ റെസിസ്റ്റൻസ്. വെലോസിറ്റി അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 6 വോൾട്ട് അല്ലേ? 6 വോൾട്ട്. 6 വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് 1/Rൻ്റെ വാല്യൂ ആണ് 1/2. നിങ്ങൾ ചിന്തിക്കണം, 1/Rൻ്റെ വാല്യൂ ആണ് 1/2 ഓം. നമുക്ക് വേണ്ടത് 1/R ആണോ? അല്ല, നമുക്ക് വേണ്ടത് R ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. 1/Rൻ്റെ വാല്യൂ 1/2 ഓം. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/2 മാറി 2 ഓം ആവും. 1/Rൻ്റെ വാല്യൂ 1/2. നമുക്ക് വേണ്ടത് 1/R ആണ് വേണ്ടത്, നമുക്ക് വേണ്ടത് R ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കുക. ഇതിൻ്റെയും റെസിപ്രോക്കൽ, ഇതിൻ്റെയും റെസിപ്രോക്കൽ. 1/R 6 ആവും, 1/2 2 ആവും. അപ്പോൾ 6/2 ആൻസർ വിൽ ബി 3 ആംപിയർ. ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? വളരെ ഈസി. 1/R = 1/3 ഓം. അതിന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? മനസ്സിലാവാത്തൊരു വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric motor takes 5 ampere from a 220 volt. എത്ര ആംപിയർ കറണ്ട്? ഐൻ്റെ വാല്യൂ എത്ര? 5 ആംപിയർ എഴുതി. ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 220 വോൾട്ട്. ചോദ്യം, ഡിറ്റർമൈൻ ദ പവർ ഓഫ് ദ മോട്ടോർ ആൻഡ് ദ എനർജി കൺസ്യൂംഡ് ബൈ ഇറ്റ്. ഡിറ്റർമൈൻ ദ പവർ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പവറാണ്. പവർ ഈസ് ഈക്വൽ ടു എത്ര? പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തന്നിരുന്നാൽ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് V × I. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട്, രണ്ടും എന്തിനാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് പവർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? V × I. അപ്പോൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു I കൊടുക്കുക. V × I. അപ്പോൾ എത്ര കിട്ടും? 5 × 220. അപ്പോൾ 220 × 5 അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220ഉം കറണ്ട് 5.
ചെയ്യുമ്പോൾ എത്ര കിട്ടും? 220 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1100 എന്നല്ലേ കിട്ടും. ചെക്ക് ചെയ്യുക. 220 ഇൻറ്റു 5 0 1 യെസ് അല്ലേ, 1100 എന്ന് കിട്ടും. 1100 വാട്ടെന്ന് കിട്ടും. കഴിഞ്ഞില്ല. നമുക്ക് വേണ്ടത് എനർജിയാണ്. ഇവിടെ ടൈമിൻ്റെ വാല്യൂ കൊടുത്തിരിക്കണേ. ടൈമിൻ്റെ വാല്യൂ കൊടുത്തിരിക്കണം. ടൈമിൻ്റെ വാല്യൂ നമുക്ക് തൽക്കാലം ഇവിടെ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ടൈം കൊടുത്തിട്ടില്ല. ടൈമിൻ്റെ വാല്യൂ തരാതെ ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ വേണ്ടത് എനർജിയാണ്. ഞാനിവിടെ 200 അല്ലേ, ഞാൻ ടൈം 2 സെക്കൻഡ് ആണ്. ടൈം ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. ടൈമിൻ്റെ വാല്യൂ 2 സെക്കൻഡ്സ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് പവറുണ്ട് ടൈമും ഉണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. പവറും ടൈമും ഉണ്ടെങ്കിൽ എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് പി ഇൻറ്റു ടൈം. പവർ ഇൻറ്റു ടൈം. ഇതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞ് വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലേ. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എഴുതിക്കൂടെ? ഈ വർക്ക് തന്നെയല്ലേ എനർജി. അപ്പോൾ പി ഇൻറ്റു ടി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. അതിൽ നിന്ന് വർക്ക് ഈസ് ഈക്വൽ ടു ടി ഇപ്പോൾ ഇൻറ്റു ടി ആവും. പി ഇൻറ്റു ടി എന്നാവും. വർക്ക് തന്നെയല്ലേ എനർജി, പി ടി. ഇവിടെ പവർ എത്ര? 1100. 1100 ഇൻറ്റു ടൈം എത്ര? ടൈം എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. 2 സെക്കൻഡ്. അപ്പോൾ എന്ത് കിട്ടും? 1100 ഇൻറ്റു 2 2200. അപ്പോൾ 2200 വാട്ടാണ് ആൻസർ. ഇവിടെ നിങ്ങൾ സർക്കാർ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ആൻസർ ഇല്ല. ഇവിടുത്തെ ചോദ്യം മിസ്റ്റേക്ക് ആയിപ്പോയതാണ്. ഇങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിരിക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കറണ്ട് 5 ആമ്പിയർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ട്. അപ്പോൾ എന്ത് ചെയ്യാം? പവർ കാണാം, വി ഇൻറ്റു ഐ. അപ്പോൾ എത്ര കിട്ടും? 1100 വാട്ടെന്ന് കിട്ടും. പവർ കിട്ടിയല്ലോ. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. പവർ ഇൻറ്റു ടൈമാണ് എനർജി. ദാറ്റ് ഈസ് 1100 ഇൻറ്റു 2 2200 വാട്ട്. അതാണ് ആൻസർ. ക്ലിയർ അല്ലേ? 2.2 കിലോ വാട്ട്. കാരണം എനിക്ക് ഇവിടെ ഈ ആൻസർ പറ്റില്ല. ഇത് നമ്മൾ ചോദ്യത്തിൽ ടൈം തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണ്. ഇത്തരം കണക്കുകളിൽ എനർജി കാണണമെങ്കിൽ എന്ത് തന്നിരിക്കണം? ടൈം തന്നിരിക്കണം. Okay, next question. Find the wavelength of the sound wave with the frequency of 800 Hz and speed 420 meter per second. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം വെലോസിറ്റി. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് 420 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കിവിടെ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്? 420 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? ഫ്രീക്വൻസിൻ്റെ വാല്യൂ 800 ഹെഡ്സ് ആണോ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാംഡ കണ്ടുപിടിക്കണം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. അതിൽ നിന്നും ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വാട്ട് ഈസ് വെലോസിറ്റി? നമുക്കറിയാം 420 മീറ്റർ പെർ സെക്കൻഡ്. ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഫ്രീക്വൻസി? 800 ഹെഡ്സ്. 800 ഹെഡ്സ്. 0 ക്യാൻസൽ ആവുമല്ലോ, ആവും. അപ്പോൾ എന്ത് കിട്ടും? 42/80 എന്ന് കിട്ടും. 40/80 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ? 40/80. സപ്പോസ് ഇവിടെ 40/80 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ? 0 ക്യാൻസൽഡ് 4/80 1/2 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. ആണോ അല്ലേ? ഇവിടെ 42/80. അപ്പം 0.5നേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതായത് 0.52 ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പം നമുക്ക് എന്തായാലും എക്സാം ഹാളിൽ നിന്ന് കാൽക്കുലേറ്റർ ചെയ്യാൻ ഒക്കില്ല. 40/80 ആയിരുന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ക്യാൻസൽ ആയാൽ 4/80 1/2 0.5 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 40യേക്കാളും ഒരു 2 കൂടെ കൂടുതൽ അല്ലേ? 42/80 ആണ്. അപ്പം 0.50യേക്കാളും കുറച്ചുകൂടെ കൂടുതൽ 0.52 മീറ്റർ ഇസ് റൈറ്റ് ആൻസർ. 0.52 മീറ്റർ ആണ് ഇവിടുത്തെ വേവ് ലെങ്ത്. ഓപ്ഷൻ നമ്പർ സി ഇസ് റൈറ്റ് ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എജുമേഡ് അക്കാഡമി. ഇന്ന് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേ ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു നമ്മൾ ഇന്നും ചെയ്തത്. അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള GK, മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് പോലുള്ള എല്ലാ ടോപ്പിക്കിലെ വീഡിയോയും നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ മറക്കാതെ തന്നെ എല്ലാ വീഡിയോകളും കാണുക. താങ്ക് യു വെരി മച്ച്.